ഓം ശാന്തി. 26/11/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഇപ്പോൾ വേൾഡ് സെർവൻ്റ് ആണ്. നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ദേഹാഭിമാനം വരുവാൻ പാടില്ല. ചോദ്യം: ഏതൊരു ശീലം ഈശ്വരീയ നിയമത്തിന് വിരുദ്ധമാണ്? അതിലൂടെ വളരെയധികം നഷ്ടമുണ്ടാകുന്നു. ഉത്തരം: ഏതെങ്കിലും സിനിമാ കഥകൾ കേൾക്കുക, വായിക്കുക, നോവൽസ് വായിക്കുക. ഈ ശീലം തികച്ചും നിയമവിരുദ്ധമാണ്. ഇതിലൂടെ വളരെയധികം നഷ്ടമുണ്ടാകുന്നു. ബാബയുടെ വിലക്കുണ്ട്. കുട്ടികളെ, നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു പുസ്തകങ്ങളും വായിക്കുവാൻ പാടില്ല. അഥവാ ഏതെങ്കിലും BK ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുന്നു എങ്കിൽ നിങ്ങൾ അന്യോന്യം ജാഗ്രത വരുത്തൂ. ഗീതം: മുഖം നോക്കൂ പ്രാണി. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികളോട് ആത്മീയ അച്ഛൻ പറയുന്നു, തൻ്റെ പരിശോധന നടത്തൂ. ഓർമ്മയുടെ യാത്രയിലൂടെ നമ്മൾ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനത്തിൻ്റെ നേർക്ക് എത്രത്തോളം മുന്നോട്ട് പോയി? കാരണം എത്രത്തോളം ഓർമ്മിക്കുമോ അത്രയും പാപം മുറിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ വാക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ശാസ്ത്രങ്ങളിലോ മറ്റോ എഴുതപ്പെട്ടിട്ടുണ്ടോ? കാരണം ആരെല്ലാമാണോ ധർമ്മം സ്ഥാപിച്ചത്, അവർ എന്ത് മനസ്സിലാക്കിച്ചോ അതിൻ്റെ ശാസ്ത്രമാണ് ഉണ്ടായത്. അത് പിന്നെ ഇരുന്ന് പഠിക്കുന്നു, പുസ്തകത്തിൻ്റെ പൂജ ചെയ്യുന്നു. ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുള്ളപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ദേഹസഹിതം ദേഹത്തിൻ്റെ സർവസംബന്ധവും ഉപേക്ഷിച്ച് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ബാബ ഓർമ്മിപ്പിക്കുന്നു, കുട്ടികളായ നിങ്ങൾ ആദ്യം അശരീരിയായി വന്നിരുന്നു. അവിടെയാണെങ്കിൽ പവിത്രമായി തന്നെ ഇരിക്കുന്നു. മുക്തിയിലും ജീവൻ മുക്തിയിലും പതീത ആത്മാവായ ആർക്കും പോകുവാൻ സാധിക്കില്ല. അതാണ് നിരാകാരി നിർവികാരി ലോകം. ഇതിനെ പറയുന്നത് സാകാരി വികാരി ലോകം എന്നാണ്. പിന്നെ സത്യയുഗത്തിൽ ഇത് തന്നെ നിർവികാരി ലോകമാകുന്നു. സത്യയുഗത്തിൽ വസിക്കുന്ന ദേവതകൾക്ക് വളരെയധികം മഹിമയുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. നല്ല രീതിയിൽ ധാരണ ചെയ്ത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. നിങ്ങൾ ആത്മാക്കൾ എവിടെ നിന്നും വന്നുവോ പവിത്രമായി തന്നെയാണ് വന്നത്. പിന്നെ ഇവിടെ വന്ന് തീർച്ചയായും അപവിത്രവുമാകണം. സത്യയുഗത്തെ വൈസ്ലെസ് വേൾഡ് എന്നും കലിയുഗത്തെ വിഷ്യസ് വേൾഡ് എന്നും പറയുന്നു. ഇപ്പോൾ നിങ്ങൾ പതീത പാവനായ ബാബയെ ഓർമ്മിക്കുന്നു. നമ്മളെ പാവനവും വൈസ്ലെസ്സും ആക്കുന്നതിനായി അങ്ങ് വിഷ്യസ് ലോകത്ത് വിഷ്യസ് ശരീരത്തിൽ വരൂ. ബാബ സ്വയം ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, ബ്രഹ്മാവിൻ്റെ ചിത്രത്തിന്മേലാണ് കുഴങ്ങിപ്പോകുന്നത്. ഈ ദാതയെ എന്തുകൊണ്ട് ഇരുത്തിയിരിക്കുന്നു? മനസ്സിലാക്കിച്ചു കൊടുക്കണം, ഇത് ഭാഗീരഥമാണ്. ശിവഭഗവാൻ വാച, ഈ രഥം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. കാരണം എനിക്ക് പ്രകൃതിയുടെ ആധാരം തീർച്ചയായും ആവശ്യമാണ്. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളെ പതീതത്തിൽ നിന്നും എങ്ങനെ പാവനമാക്കും? തീർച്ചയായും ദിവസവും പഠിപ്പിക്കുകയും വേണം. ഇപ്പോൾ ബാബ കുട്ടികളായ നിങ്ങളോട് പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ മാത്രം ഓർമ്മിക്കൂ. എല്ലാ ആത്മാക്കൾക്കും തൻ്റെ പിതാവിനെ ഓർമ്മിക്കണം. ശ്രീകൃഷ്ണനെ എല്ലാ ആത്മാക്കളുടെയും പിതാവെന്ന് പറയില്ല. കൃഷ്ണന് തൻ്റേതായ ശരീരമുണ്ട്. അപ്പോൾ ഇത് ബാബ വളരെ സഹജമായി മനസ്സിലാക്കിച്ചു തരുന്നു. എപ്പോഴെങ്കിലും ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുമ്പോൾ പറയൂ, ബാബ പറയുന്നു, നിങ്ങൾ അശരീരിയായി വന്നു, ഇപ്പോൾ അശരീരിയായി പോകേണ്ടതുണ്ട്. അവിടെ നിന്നും പവിത്ര ആത്മാവ് തന്നെയാണ് വരുന്നത്. അഥവാ നാളെ ആരെങ്കിലും വരികയാണ് എങ്കിലും പവിത്രമാണ്. അവരുടെ മഹിമ തീർച്ചയായും ഉണ്ടാകും. സന്യാസി, ഉദാസി, ഗൃഹസ്ഥി തുടങ്ങി ആർക്കൊക്കെ പേരുണ്ടായിരിക്കുന്നു
തീർച്ചയായും അവർക്ക് ആദ്യത്തെ ജന്മമായിരിക്കുമല്ലോ. ആ ഒന്നിന് തീർച്ചയായും ധർമ്മം സ്ഥാപിക്കുവാൻ വരണം. ഏതുപോലെ ബാബ ഗുരു നാനാക്കിനെ കുറിച്ച് മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ ഗുരു എന്ന വാക്കും പറയേണ്ടി വരുന്നു. കാരണം നാനാക്ക് എന്ന നാമം വളരെ പേർക്കുണ്ടല്ലോ. ആരുടെയെങ്കിലും മഹിമ ചെയ്യുമ്പോൾ ആ അർത്ഥത്തോടെയാണ് പറയുന്നത്, അല്ലാതെ പറയുന്നത് നല്ലതല്ല. വാസ്തവത്തിൽ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ഒരാളെ അല്ലാതെ മറ്റാരെയും ഗുരുവല്ല. ആ ഒന്നിൻ്റെ നാമത്തെക്കുറിച്ചാണ് പാടപ്പെടുന്നത്. സദ്ഗുരു അകാൽ. ആ ഒന്ന് അകാലമൂർത്തിയാണ്, അതായത് ആ ഒന്നിനെ കാലം ഭക്ഷിക്കില്ല. അത് ആത്മാവാണ്. അതിനാലാണ് ഈ കഥകളും മറ്റും ഇരുന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. സിനിമാ കഥകളുടെ പുസ്തകവും നോവലുകളും മറ്റും വളരെ പേർ വായിക്കുന്നു. ബാബ കുട്ടികളെ ജാഗ്രരൂപം ആക്കുന്നു. ഒരിക്കലും ഏതെങ്കിലും നോവലോ മറ്റോ വായിക്കരുത്. ചിലർക്കൊക്കെ ശീലമുണ്ടായിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ നിങ്ങൾ സൗഭാഗ്യശാലികളാകുന്നു. ചില BKസും നോവൽസ് വായിക്കുന്നു. അതിനാൽ ബാബ എല്ലാ കുട്ടികളോടും പറയുന്നു, എപ്പോഴെങ്കിലും ആരെങ്കിലും നോവൽ വായിക്കുന്നത് കാണുന്നുവെങ്കിൽ ഉടൻ എടുത്ത് കീറിക്കളയൂ. നമ്മെ ആരെങ്കിലും ശപിക്കരുത്, ദേഷ്യപ്പെടരുത് എന്ന ഇതിൽ ഭയപ്പെടേണ്ടതില്ല. ഇങ്ങനെയുള്ള ഒരു കാര്യവുമില്ല. നിങ്ങളുടെ ജോലിയാണ് അന്യോന്യം ജാഗ്രത വരുത്തുക എന്നത്. സിനിമാ കഥകൾ കേൾക്കുന്നത് അല്ലെങ്കിൽ വായിക്കുന്നത് നിയമവിരുദ്ധമാണ്. നിയമവിരുദ്ധമായ ഏതെങ്കിലും പെരുമാറ്റമുണ്ട് എങ്കിൽ ഉടൻ റിപ്പോർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ എങ്ങനെ നന്നാകും? തൻ്റെ നഷ്ടം വരുത്തിക്കൊണ്ടിരിക്കും. സ്വയം തന്നിൽ യോഗബലം ഉണ്ടായിരിക്കുന്നില്ല എങ്കിൽ ഇവിടെ ഇരുന്ന് എന്ത് പഠിപ്പിക്കും? ബാബയുടെ വിലക്കുണ്ട്. അഥവാ വീണ്ടും അങ്ങനെയുള്ള കാര്യം ചെയ്യുന്നു എങ്കിൽ ഉള്ളിൽ മനസ്സ് നീറിക്കൊണ്ടിരിക്കും. തൻ്റെ നഷ്ടമുണ്ടാകും. അതിനാൽ ഏതെങ്കിലും അവഗുണം കാണുന്നുവെങ്കിൽ എഴുതണം. ഏതെങ്കിലും നിയമവിരുദ്ധമായ പെരുമാറ്റം നടത്തുന്നില്ലല്ലോ. കാരണം ബ്രാഹ്മണർ ഈ സമയം സെർവൻ്റ് ആണല്ലോ. ബാബയും പറയുന്നു, കുട്ടികളെ നമസ്തേ അർത്ഥസഹിതം മനസ്സിലാക്കിച്ചു തരുന്നു. ആരാണോ പഠിപ്പിക്കുന്ന പെൺകുട്ടികൾ, അവരിൽ ദേഹാഭിമാനം വരാൻ പാടില്ല. ടീച്ചറും സ്റ്റുഡൻറ്റിൻ്റെ സെർവൻ്റ് ആണല്ലോ. ഗവർണറും മറ്റും കത്തെഴുതുന്നു, താഴെ ഒപ്പിടുന്നു, ഐ ആം ഒബീഡിയൻറ്റ് സെർവൻ്റ് എന്ന്. തികച്ചും സന്മുഖത്ത് തന്നെ പേരെഴുതും. ബാക്കി ക്ലർക്ക് എഴുതും തൻ്റെ കൈകൊണ്ട്. ഒരിക്കലും തൻ്റെ മഹിമ എഴുതില്ല. ഈ കാലത്ത് ഗുരു ആണെങ്കിൽ സ്വയമേ തന്നെ ശ്രീ ശ്രീ എന്നെഴുതുന്നു. ഇവിടെയാണെങ്കിൽ ചിലർ ഇങ്ങനെയുണ്ട്, ശ്രീ ഇന്നയാൾ എന്നെഴുതുന്നു. വാസ്തവത്തിൽ ഇങ്ങനെയും എഴുതേണ്ടതില്ല. ഫീമെയിലിന് ശ്രീമതി എന്നും എഴുതാൻ സാധിക്കില്ല. ശ്രീമതി ലഭിക്കുന്നത് ശ്രീ ശ്രീ സ്വയം വന്ന് മതം നൽകുമ്പോഴാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. തീർച്ചയായും ഒരാളുടെ മതത്തിലൂടെയാണല്ലോ ദേവതയായത്. ഭാരതത്തിൽ ആർക്കും തന്നെ അറിയില്ല ഇവർ ഇത്രയും ഉയർന്ന വിശ്വത്തിൻ്റെ അധികാരി എങ്ങനെയായി എന്നത്. നിങ്ങൾക്കാണെങ്കിൽ ഈ ലഹരി കയറേണ്ടതാണ്. ഈ എയിം ഓബ്ജക്റ്റിൻ്റെ ചിത്രം സദാ നെഞ്ചിൽ അണിഞ്ഞിട്ടുണ്ടാകണം. ആർക്കും പറഞ്ഞു കൊടുക്കൂ, നമ്മളെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. ആ ഒന്നിലൂടെ നമ്മൾ വിശ്വത്തിൻ്റെ മഹാരാജാവാകുന്നു. ബാബ വന്നിരിക്കുന്നത് ഈ രാജ്യം സ്ഥാപിക്കുന്നതിനാണ്. ഈ പഴയ ലോകത്തിൻ്റെ വിനാശം മുന്നിൽ നിൽക്കുന്നു. നിങ്ങൾ ചെറിയ ചെറിയ പെൺകുട്ടികൾക്ക് കുട്ടികളെ പോലുള്ള ഭാഷയിൽ ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. വലിയ വലിയ സമ്മേളനങ്ങൾ നടക്കുന്നതിൽ നിങ്ങളെ വിളിക്കുന്നു. ഈ ചിത്രം നിങ്ങൾ കൊണ്ടുപോകൂ, ഇരുന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ഭാരതത്തിൽ വീണ്ടും ഇവരുടെ രാജ്യം സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു.
എവിടെയുമുള്ള നിറഞ്ഞ സഭയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. മുഴുവൻ ദിവസവും സർവീസിൻ്റെ തന്നെ ലഹരി ഉണ്ടായിരിക്കണം. ഭാരതത്തിൽ ഇവരുടെ രാജ്യം സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ബാബ നമ്മെ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ശിവഭഗവാൻ വാച്ച: ഹേ കുട്ടികളെ, നിങ്ങൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങൾ 21 തലമുറയ്ക്ക് വേണ്ടി ഇതാകും. ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം. ഇപ്പോഴാണെങ്കിൽ സർവർക്കും ആസുരീയ ഗുണമാണ്. ശ്രേഷ്ഠമാക്കുന്നവൻ ഒരേ ഒരു ശ്രീ ശ്രീ ശിവ് ബാബയാണ്. ഉയർന്നതിലും ഉയർന്ന പിതാവായ ആ ഒന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ശിവഭഗവാൻ വാച: മന്മനാഭവ. ഭാഗീരഥൻ എന്നത് പ്രസിദ്ധമാണ്. ഭാഗീരഥനെയാണ് ബ്രഹ്മ എന്ന് പറയുന്നത്. ആ ഒന്നിനെ മഹാവീരൻ എന്നും പറയുന്നു. ഇവിടെ ദിൽവാല ക്ഷേത്രത്തിൽ ഇരിക്കുകയാണല്ലോ. ആരാണോ ക്ഷേത്രം നിർമ്മിച്ച ജൈനർ, അവരാരും അറിയുന്നുണ്ടാകില്ല. നിങ്ങൾ ചെറിയ ചെറിയ പെൺകുട്ടികൾക്ക് ആരിൽ നിന്നും സന്ദർശന അനുമതി വാങ്ങാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ വളരെ ശ്രേഷ്ഠമായി കൊണ്ടിരിക്കുന്നു. ഇത് ഭാരതത്തിൻ്റെ എയിം ഒബ്ജക്റ്റ് ആണല്ലോ. എത്ര ലഹരി കയറേണ്ടതാണ്. ഇവിടെ ബാബ നല്ല രീതിയിൽ ലഹരി കയറ്റുന്നു. എല്ലാവരും പറയുന്നു നമ്മൾ ലക്ഷ്മി നാരായണനാകും എന്ന്. രാമനും സീതയും ആകുന്നതിനായി ആരും തന്നെ കൈ ഉയർത്തുന്നില്ല. ഇപ്പോൾ നിങ്ങളാണ് അഹിംസകർ, ക്ഷത്രിയർ. നിങ്ങൾ അഹിംസക ക്ഷത്രിയരെ ആരും അറിയുന്നില്ല. ഇത് നിങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഗീതയിലും മന്മനാഭവ എന്ന വാക്കുണ്ട്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഇത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണല്ലോ. മറ്റാർക്കും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ബാബ ഇരുന്ന് കുട്ടികൾക്ക് ശിക്ഷണം നൽകുന്നു. കുട്ടികളെ, ആത്മാഭിമാനിയാകൂ. നിങ്ങളുടെ ഈ ശീലം പിന്നെ 21 ജന്മത്തേക്ക് തുടരുന്നു. നിങ്ങൾക്ക് ശിക്ഷണം ലഭിക്കുന്നത് തന്നെ 21 ജന്മങ്ങൾക്ക് വേണ്ടിയാണ്. ബാബ അടിക്കടി മുഖ്യമായ കാര്യം മനസ്സിലാക്കിച്ചു തരുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കിയിരിക്കൂ. പരമാത്മാവായ പിതാവ് നമ്മൾ ആത്മാക്കൾക്ക് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ ഓരോ നിമിഷവും ദേഹാഭിമാനത്തിൽ വന്നു പോകുന്നു. പിന്നെ വീടും കുടുംബവും ഒക്കെ ഓർമ്മ വരുന്നു. ഇതുണ്ടാകുന്നു. ഭക്തി മാർഗത്തിലും ഭക്തി ചെയ്ത് ചെയ്ത് ബുദ്ധി മറ്റു ഭാഗത്തേക്ക് പോകുന്നു. ഒന്നിൽ സ്ഥിരമായി ഇരിക്കുവാൻ നൗദാഭക്തി ഉള്ളവർക്ക് തന്നെയാണ് സാധിക്കുന്നത്. അതിനെ തീവ്ര ഭക്തി എന്ന് പറയുന്നു. പൂർണ്ണമായും ലവ്ലീനാകുന്നു. നിങ്ങളും ഓർമ്മയിലിരിക്കുമ്പോൾ ചില സമയം പൂർണ്ണമായും അശരീരിയായി മാറുന്നു. ആരെല്ലാം നല്ല കുട്ടികളായിരിക്കുമോ അവർ തന്നെയാണ് ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇരിക്കുന്നത്. ദേഹത്തിൻ്റെ ബോധം മാറിപ്പോകും. അശരീരിയായി ആ ലഹരിയിലിരിക്കും. ഈ ശീലമുണ്ടാകും. സന്യാസിമാർ തത്വജ്ഞാനി അഥവാ ബ്രഹ്മജ്ഞാനിയാണ്. അവർ പറയുന്നു നമ്മൾ ലീനമാകും. ഈ പഴയ ശരീരം ഉപേക്ഷിച്ച് ബ്രഹ്മതത്വത്തിൽ ലയിക്കും. സർവർക്കും അവരവരുടേതായ ധർമ്മമുണ്ടല്ലോ. ആരും രണ്ടാമതൊരു ധർമ്മത്തെ അംഗീകരിക്കുന്നില്ല. ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലുള്ളവരും തമോ പ്രധാനമായിരിക്കുന്നു. ഗീതയുടെ ഭഗവാൻ എപ്പോൾ വന്നിരുന്നു? ഗീതയുടെ യുഗം എപ്പോഴായിരുന്നു? ആരും അറിയുന്നില്ല. നിങ്ങൾക്കറിയാം, ഈ സംഗമ യുഗത്തിൽ തന്നെയാണ് ബാബ വന്ന് രാജയോഗം പഠിപ്പിക്കുന്നത്. തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമാക്കുന്നത് ഭാരതത്തിൻ്റെ തന്നെ കാര്യമാണ്. അനേകം ധർമ്മങ്ങളും തീർച്ചയായും ഉണ്ടായിരുന്നു. മഹിമയുണ്ട്. ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപന, അനേകം ധർമ്മങ്ങളുടെ വിനാശം എന്ന്. സത്യയുഗത്തിൽ ഒരു ധർമ്മമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കലിയുഗത്തിൽ അനേകം ധർമ്മങ്ങളുണ്ട്. വീണ്ടും ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപന ഉണ്ടാകുന്നു. ഒരു ധർമ്മം ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. ബാക്കിയെല്ലാം നിൽക്കുന്നു. വടവൃക്ഷത്തിൻ്റെ ഉദാഹരണവും തികച്ചും ശരിയാണ്. ഫൗണ്ടേഷൻ തന്നെയില്ല. ബാക്കി മുഴുവൻ വൃക്ഷവും നിൽക്കുന്നു. അതുപോലെ ഇതിലും
ദേവീദേവതാ ധർമ്മമേ ഇല്ല. ആദി സനാതന ദേവീദേവതാ ധർമ്മവും തായ്തടിയായിരുന്നു. അതിപ്പോൾ പ്രായേണ ലോപിച്ചുപോയി. വീണ്ടും ബാബ സ്ഥാപന ചെയ്യുന്നു. ബാക്കി ഇത്രയും ധർമ്മങ്ങളെല്ലാം പിന്നീടാണ് വന്നത്. വീണ്ടും ചക്രം തീർച്ചയായും റിപ്പീറ്റ് ആകണം. അതായത് പഴയ ലോകത്തിൽ നിന്നും വീണ്ടും പുതിയ ലോകം ഉണ്ടാകണം. പുതിയ ലോകത്തിൽ ഇവരുടെ രാജ്യമുണ്ടായിരുന്നു. നിങ്ങളുടെ അടുക്കൽ വലിയ ചിത്രങ്ങളുമുണ്ട്, ചെറുതുമുണ്ട്. വലിയ വസ്തു കാണുമ്പോൾ ചോദിക്കും, ഇതെന്താണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്? പറയൂ, നമ്മൾ അങ്ങനെയുള്ള ഒരു വസ്തുവാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിലൂടെ മനുഷ്യൻ ബെഗർ ടു പ്രിൻസ് ആയി മാറും. മനസ്സിൽ വലിയ ഉന്മേഷവും വലിയ സന്തോഷവും ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ ആത്മാക്കൾ ഭഗവാന്റെ കുട്ടികളാണ്. ആത്മാക്കളെ ഭഗവാൻ പഠിപ്പിക്കുന്നു. ബാബ നമ്മളെ നയനങ്ങളിൽ ഇരുത്തി കൊണ്ടുപോകും. ഈ മോശമായ ലോകത്തിൽ നമുക്ക് വസിക്കേണ്ടതില്ല. മുന്നോട്ടു പോകവേ നിലവിളിക്കും. കാര്യം ചോദിക്കുകയേ വേണ്ട. കോടിക്കണക്കിന് മനുഷ്യർ മരിക്കുന്നു. ഇത് കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. നമ്മൾ ഈ കണ്ണുകളിലൂടെ എന്ത് കാണുന്നുവോ ഇവയൊന്നും തന്നെ അവശേഷിക്കാൻ പോകുന്നില്ല. ഇവിടെയാണെങ്കിൽ മനുഷ്യർ മുള്ളുകളെ പോലെയാണ്. സത്യയുഗം പുഷ്പങ്ങളുടെ പൂന്തോട്ടമാണ്. പിന്നെ നമ്മുടെ നയനം തന്നെ ശീതളമാകും. പൂന്തോട്ടത്തിൽ പോകുന്നതിലൂടെ നയനം ശീതളമാകുന്നുവല്ലോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പദമാപദം ഭാഗ്യശാലിയായിക്കൊണ്ടിരിക്കുന്നു. ആരാണോ ബ്രാഹ്മണനാകുന്നത് അവരുടെ പാദത്തിൽ പത്മമുണ്ട്. കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കണം, നമ്മൾ ഈ രാജ്യം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു. അതിനാൽ ബാബ ബാഡ്ജും ഉണ്ടാക്കിച്ചു. വെള്ള സാരി അണിഞ്ഞിട്ടുണ്ടാകണം, ബാഡ്ജ് ധരിച്ചിട്ടുണ്ടാകണം. ഇതിലൂടെ സ്വതവേ തന്നെ സേവനം ഉണ്ടായിക്കൊണ്ടിരിക്കും. മനുഷ്യർ പാടുന്നു, ആത്മാവും പരമാത്മാവും വളരെ കാലം വേർപിരിഞ്ഞിരുന്നു എന്ന്. എന്നാൽ വളരെ കാലം എന്നതിൻ്റെ അർത്ഥം ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് ബാബ പറഞ്ഞു തന്നിട്ടുണ്ട്, വളരെ കാലം എന്നാൽ 5000 വർഷത്തിന് ശേഷം കുട്ടികളായ നിങ്ങൾ ബാബയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. നിങ്ങൾക്ക് ഇതും അറിയാം, ഈ സൃഷ്ടിയിൽ ഏറ്റവും പ്രശസ്തമായവർ ഈ രാധാകൃഷ്ണനാണ്. അവർ സത്യയുഗത്തിലെ ഫസ്റ്റ് പ്രിൻസും പ്രിൻസസുമാണ്. ഇവർ എവിടെ നിന്ന് വന്നു എന്ന് ഒരിക്കലും ആരുടെയും ചിന്തയിൽ വരുന്നില്ല. സത്യയുഗത്തിന് മുമ്പ് തീർച്ചയായും കലിയുഗമുണ്ടാകും. അവർ വിശ്വത്തിൻ്റെ അധികാരിയാകാൻ എന്ത് കർമ്മമാണ് ചെയ്തത്? ഭാരതവാസികളാരും ഇവരെ വിശ്വത്തിൻ്റെ അധികാരിയായി മനസ്സിലാക്കുന്നില്ല. ഇവരുടെ രാജ്യം എപ്പോൾ ഉണ്ടായിരുന്നോ അപ്പോൾ ഭാരതത്തിൽ മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, ബാബ നമ്മെ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ എയിം ഓബ്ജക്റ്റ് ഇതാണ്. ക്ഷേത്രങ്ങളിൽ അവരുടെ ചിത്രവും മറ്റുമുണ്ട്. എന്നാൽ ഈ സമയം ഇത് സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു എന്നത് മനസ്സിലാക്കുന്നില്ല. നിങ്ങളിലും നമ്പർ വാറായാണ് മനസ്സിലാക്കുന്നത്. ചിലർ പൂർണ്ണമായും മറന്നു പോകുന്നു. ആദ്യമേ ഉണ്ടായിരുന്നത് പോലുള്ള പെരുമാറ്റം ഉണ്ടാകുന്നു. വളരെ നല്ലത് എന്ന് ഇവിടെ മനസ്സിലാക്കുന്നു. ഇവിടെ നിന്നും പുറത്തിറങ്ങിയാൽ കഴിഞ്ഞു. സേവനത്തിൻ്റെ താല്പര്യമുണ്ടായിരിക്കണം. സർവർക്കും ഈ സന്ദേശം കൊടുക്കുന്നതിനുള്ള യുക്തി രചിക്കണം. പ്രയത്നിക്കണം. ലഹരിയോടുകൂടി പറഞ്ഞു കൊടുക്കണം. ശിവ് ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ പാപങ്ങൾ ഇല്ലാതാകും. നമ്മൾ ഒരു ശിവ് ബാബയെ അല്ലാതെ മറ്റാരെയും ഓർമ്മിക്കുന്നില്ല. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: എയിം ഓബ്ജക്റ്റിൻ്റെ ചിത്രം സദാ കൂടെ വയ്ക്കണം. ലഹരി ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ ശ്രീമത്ത് അനുസരിച്ച് വിശ്വത്തിൻ്റെ അധികാരി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇങ്ങനെയുള്ള പുഷ്പങ്ങളുടെ പൂന്തോട്ടത്തിൽ പോകുന്നു. അവിടെ
നമ്മുടെ നയനങ്ങൾ തന്നെ ശീതളമായി മാറും. സർവീസിൻ്റെ വളരെ വളരെ താല്പര്യം വെക്കണം. വലിയ മനസ്സോടെയും ഉന്മേഷത്തോടെയും വലിയ വലിയ ചിത്രങ്ങൾ ഉപയോഗിച്ച് സർവീസ് ചെയ്യണം. ബെഗർ ടു പ്രിൻസ് ആക്കി മാറ്റണം. വരദാനം: കർമ്മങ്ങളുടെ ഗതിയെ അറിഞ്ഞ് ഗതിയുടെയും സദ്ഗതിയുടെയും നിർണയം നടത്തുന്ന മാസ്റ്റർ ദുഃഖഹർത്ത സുഖകർത്ത ആയി ഭവിക്കട്ടെ. ഇപ്പോൾ വരെയും തൻ്റെ ജീവിതത്തിൻ്റെ കഥ കാണുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നതിൽ ബിസി ആയിരിക്കരുത്. മറിച്ച് ഓരോരുത്തരുടെയും കർമ്മത്തിൻ്റെ ഗതിയെ അറിഞ്ഞ് ഗതിയും സദ്ഗതിയും നൽകുന്നതിൻ്റെ നിർണയം നടത്തൂ. മാസ്റ്റർ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവൻ്റെ പാർട്ട് അഭിനയിക്കൂ. തൻ്റെ രചനയുടെ ദുഃഖത്തിൻ്റെയും അശാന്തിയുടെയും സമസ്യയെ സമാപ്തമാക്കൂ. അവർക്ക് മഹാദാനവും വരദാനവും നൽകൂ. സ്വയം ഫെസിലിറ്റീസ് അഥവാ സൗകര്യങ്ങൾ എടുക്കരുത്. ഇപ്പോൾ ദാതാവായി നൽകൂ. അഥവാ സൗകര്യങ്ങളുടെ ആധാരത്തിൽ സ്വയം തൻ്റെ ഉന്നതിയും സേവനത്തിൽ അല്പകാലത്തേക്കുള്ള സഫലത പ്രാപ്തമായാൽ പോലും ഇന്ന് മഹാനാകും. നാളെ മഹാനതയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ആത്മാവായി മാറും. സ്ലോഗൻ: അനുഭൂതി ഇല്ലാതിരിക്കുന്നത് യുദ്ധത്തിൻ്റെ സ്റ്റേജാണ്. യോഗി ആകൂ, യോദ്ധാവല്ല. അവ്യക്ത സൂചന: അശരീരിയുടെയും വിദേഹി സ്ഥിതിയുടെയും അഭ്യാസം വർദ്ധിപ്പിക്കൂ. ഇതുപോലെ ബ്രഹ്മബാബ അവ്യക്തമായി, വിദേഹി സ്ഥിതിയിലൂടെ കർമാതീതമായി. അപ്പോൾ അവ്യക്ത ബ്രഹ്മാവിൻ്റെ വിശേഷ പാലനയ്ക്ക് പാത്രമാണ്. അതിനാൽ അവ്യക്ത പാലനയുടെ റെസ്പോൺസായി വിദേഹിയായി മാറൂ. സേവനത്തിൻ്റെയും സ്ഥിതിയുടെയും ബാലൻസ് വയ്ക്കൂ. വിദേഹി എന്നാൽ ദേഹത്തിൽ നിന്നും വേറിട്ടത്. സ്വഭാവം, സംസ്കാരം, ദൗർബല്യങ്ങൾ എല്ലാം ദേഹത്തിൻ്റെ കൂടെ ഉള്ളവയാണ്. ദേഹത്തിൽ നിന്നും വേറിട്ടുവെങ്കിൽ എല്ലാത്തിൽ നിന്നും വേറിട്ടവരായി. അതിനാൽ ഈ ഡ്രിൽ വളരെയധികം സഹയോഗം നൽകും. ഇതിൽ കൺട്രോളിംഗ് പവർ ആവശ്യമാണ്. ഓം ശാന്തി. ശാന്ത സ്വരൂപ ആത്മാവാണ് ഞാൻ. മസ്തകമധ്യത്തിൽ ഒരു ജ്യോതി നക്ഷത്രം പോലെ തിളങ്ങുന്ന എന്നിൽ നിന്നും ശാന്തിയുടെ തരംഗങ്ങൾ വ്യാപിക്കുകയാണ്. ഈ സാകാര ലോകത്തിൽ അശാന്തിയുടെ അഗ്നിയിൽ എരിയുന്ന ആത്മാക്കൾക്ക് വേണ്ടി ശാന്തിയുടെ മഹാദാനി ആകേണ്ടതുണ്ട്. ഈ സങ്കല്പം എന്നെ സ്വാഭാവികമായി ശാന്തിയുടെ സാഗരനായ ശിവബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യിക്കുന്നു. ദിവ്യ ജ്യോതിസായ ശിവബാബയിൽ നിന്നും പ്രസരിക്കുന്ന പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ എൻ്റെ ചിത്തത്തിൽ നിറയുന്നു. ശാന്തിയുടെ ശക്തി എന്നിൽ പൂർണ്ണമായും നിറയുന്നു. ഈ പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ വിശ്വത്തിൻ്റെ
നാനാഭാഗത്തും വ്യാപിക്കുകയാണ്. പരമാത്മാ ശാന്തിയുടെ ഈ ദിവ്യ കിരണങ്ങൾ അശാന്തതയുടെ അഗ്നിയിലെരിയുന്ന ആ ആത്മാക്കളുടെ ചിത്തത്തിലെ അഗ്നിയെ അണയ്ക്കട്ടെ. അവരുടെ ചിത്തം ശാന്തമാകട്ടെ. അവർ ശാന്തസ്വരൂപ ആത്മാക്കളായി മാറട്ടെ. പരമാത്മാ ശാന്തിയുടെ ഈ ദിവ്യ കിരണങ്ങൾ ആ ആത്മാക്കളിൽ നിറയുമ്പോൾ അവരും ശാന്തി സാഗരൻ്റെ നേർക്ക് ആകർഷിക്കപ്പെടട്ടെ.